ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. തൊടുപുഴ കാർഡ്സ് മാർക്കറ്റ്. അവിടെ ജെയിനസ് രാജുണ്ട്. ജെയിൻ ഏറെ നേരമായി അവിടെ വെയിൽ കൊണ്ട് ജെയിൻ നിൽക്കുകയാണെന്ന് എനിക്ക് വലിയ ചൂടൊക്കെയാണ്. ചൂടത്തോടെ നിൽക്കുകയാണ്. ഈ ചൂടത്ത് ഇറച്ചി കഴിക്കില്ല എന്നൊക്കെയാണ് സാധാരണ പണ്ട് പറയാറില്ലേ, ഈ മുട്ട കഴിക്കുന്ന ഇറച്ചി കഴിക്കുന്ന ചൂടുകാലത്ത് നല്ലതല്ല എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താണ് വഴി? നല്ല ഭക്ഷണം ഏത് എന്ന് ചോദിച്ച് തിരഞ്ഞെറിഞ്ഞ് നടക്കുകയാണ്. നല്ല ഇറച്ചി കിട്ടിയാൽ അത് വാങ്ങാം എന്നതാണ് സ്ഥിതി. പക്ഷേ എങ്ങനെ വാങ്ങും? തീർച്ചയായിട്ടും ഇറച്ചിക്കെല്ലാം ഇടിവെട്ട് വിലയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ വില നിശ്ചയിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന വിലയല്ല, അതിനേക്കാളും കുറഞ്ഞത് ഒരു 50 രൂപയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള അരുൺ നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട്. ചിക്കന് വില കൂടിക്കൊണ്ടിരുന്നൊക്കെ നമ്മൾ പറയുമ്പം ചില ഹോട്ടലുകൾ ഇങ്ങനെ വില കൂട്ടുന്ന നമ്മൾ ജെയിൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അവിടെ ചെന്നതുകൊണ്ട് വില കൂട്ടിയെഴുതുകയാണോ, അതോ ഇത് തന്നെയാണോ ഇന്നത്തെ ഒറിജിനൽ പ്രൈസ്? പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി വില കുറച്ച് മേടിക്കാനുള്ള ഇത് ഒറിജിനൽ വിലയാണ്. ഇവിടെ ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്ന ഇവിടെ വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന വിലയാണ്. നമുക്ക് എല്ലാത്തരം ഇറച്ചികളും ഉണ്ട്. ആദ്യം പന്നിയിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി അവർക്കൊരു ഇച്ചിരി സാധാരണക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് ഇതിൽ വെച്ച് ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത വിലയാണിത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് 1 കിലോ ഇറച്ചി 1 കിലോ നെയ്യ് അതിന് 370 നമ്മൾ വയ്ക്കും. പിന്നെ ഇറച്ചി തന്നെ നെയ്യില്ലാതെ ഇറച്ചി തന്നെ വിൽക്കുന്നവർക്കാണെങ്കിൽ 650 രൂപ പന്നിയുടെ മീറ്റ് മാത്രം. പിന്നെ നമ്മൾ ബീഫിലേക്ക് വന്നാൽ നേരത്തെ ഒരു 380 രൂപ ആയിരുന്നു. അതെ, ഈസ്റ്റോട് കൂടി 400 ആയിരുന്നു, ഇപ്പം 420 ആയി അതിന്റെ വില. പിന്നെ ചിക്കനാണ് എല്ലാവരും സാധാരണ വളരെ വില കുറഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്നത് ചിക്കനായിരുന്നു. ചിക്കന്റെ വില നാടൻ ചിക്കൻ 220, ബ്രോയിലർ ആണെങ്കിൽ 175. ചിക്കൻ വില ഒന്നും കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കയറ്റമാണ്. എന്താ ഇപ്പൊ വില കൂടാനുള്ള കാരണം? ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടത്താൻ ഭയങ്കര ചാർജുകളാണ്. ഓരോ വണ്ടി കടന്നു വരണമെങ്കിൽ 20,000, 30,000, 40,000 രൂപ ഒരു 1000 കിലോയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിതെല്ലാം അവിടെ അസോസിയേഷൻകാരുടെ മെമ്പറെല്ലാം പോയി അവിടെ പോയി മന്ത്രിക്ക് നിവേദന സംഭവം എല്ലാം കൊടുത്തതാണ്. അതിനൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഒരു അടിസ്ഥാനമായിട്ട് ഒരു ഫാമുകാരൻ കൊടുക്കുന്ന വിലയ്ക്ക് ഒരു നിശ്ചിത ഇത് കൂട്ട് ഇതില്ല. അവർക്ക് തോന്നുന്ന വിളിച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഫാമുകളെല്ലാം തന്നെ പൂട്ടിപ്പോയി. നമ്മളിപ്പോൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട കേസാണ് വന്നേക്കുന്നത്. സാധാരണ കാർഡ്സിൽ ഇറച്ചിയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ലോക്കൽ ഫാമുകളെ ആശ്രയിച്ചായിരുന്നു. ആ ഫാമുകളെല്ലാം തന്നെ പൂട്ടിപ്പോയി. വെച്ചാൽ ഒത്തിരി നിയമങ്ങൾ മാറിപ്പോയി. ഒരു ഫാം തുടങ്ങണമെങ്കിൽ അവന് ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളും സംഭവം എല്ലാം ഉണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാ കർഷകരെ. അതിൽ കർഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്? കൂടാൻ ചാൻസ് ഉണ്ട്. പോർക്കിന് വില കൂടാൻ ചാൻസ് ഉണ്ട്. രതീഷ്, ഇതാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. അവർക്ക് കിട്ടുന്ന വില അനുസരിച്ച് അവർ വിൽക്കുന്നു എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ ഇതര സംസ്ഥാനങ്ങളെയാണ്, പ്രത്യേകിച്ച് കോഴിക്കും അതോടൊപ്പം തന്നെ ബീഫിനുമായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ചെലവെല്ലാം വർദ്ധിച്ചു. അതനുസരിച്ച് മാർക്കറ്റിലും വില കൂടി. സാധാരണ കാർഡ്സ് ഇത് കർഷകരുടെ ഒരു സംഘടന നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പൺ മാർക്കറ്റാണ്. സാധാരണ ഇവിടെയുള്ള ലോക്കൽ കർഷകരിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് വിൽക്കുന്നത്. ഇവിടെ അല്പം എങ്കിലും വില കുറയേണ്ടതാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കിടയിൽ നിന്ന് പോലും ആവശ്യത്തിനുള്ള കോഴിയും അതോടൊപ്പം തന്നെ ബീഫും ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം വില കൂട്ടാൻ നിർബന്ധിതരാണ് എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത്. രതീഷ്.